ശ്രീകുമാർ, അങ്ങേക്ക് മറുപടി പറഞ്ഞു പോകാം. അങ്ങ് പറഞ്ഞു, ഈ പറഞ്ഞ പോലെ ഒരു ചടങ്ങിൽ ചെന്നിരുന്ന് എങ്ങനെ വാഴ്ത്തിപ്പാടാതിരിക്കും? ശരിയാണ്, ഹൈബി ഈഡനും കെ ബാബുവും വാഴ്ത്തിപ്പാടി. വി.ഡി. സതീശൻ വളരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. CPM-ലെ പോലെ തന്നെ കോൺഗ്രസിലും ഒരു ആശയക്കുഴപ്പമുണ്ടോ? നിലപാടാണോ, പ്രത്യയശാസ്ത്രമാണോ, വോട്ടാണോ, വോട്ട് ബാങ്കാണോ എന്നുള്ളത്? വളരെ പെട്ടെന്ന് നോക്കൂ പ്രദീപ് പിള്ള, അതായത് ഒരു അനുമോദന ചടങ്ങിൽ MP-യും MLA-യും പ്രസംഗിക്കുന്നതും രാഷ്ട്രീയം പറയുന്ന പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. TP ജയചന്ദ്രൻ മാഷ് ഇവിടെ AK ആന്റണിയുടെ പ്രസ്താവനയെക്കുറിച്ച് പറഞ്ഞു. AK ആന്റണി പ്രസ്താവന നടത്തി എന്നുള്ളത് 100% ശരിയാണ്. അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കുറിച്ച് പറഞ്ഞത്. അത് ആന്റണി തന്നെ പറഞ്ഞാണ്. അതിന്റെ പേരിൽ ആ കസേര പോയെന്ന് അറിയാമല്ലോ അങ്ങേക്ക്, അല്ലേ? അല്ല പറയട്ടെ, അല്ല അതിന്റെ പേരിൽ ആ കസേര പോയെങ്കിൽ അദ്ദേഹം പിന്നീട് കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രിയും അതുപോലെ AICC നേതാവായെന്ന് നമ്മൾ കണ്ടു. അതവിടെ നിൽക്കട്ടെ. അത് ശരി. അത് കോൺഗ്രസ് രാഷ്ട്രീയം പറയും. ഇവിടെ അതല്ലല്ലോ സംസാരിക്കുന്നത്. ഞാൻ പ്രദീപ് ചോദിച്ച ചോദ്യത്തിന്, അതെ പ്രദീപ് ചോദിച്ച ചോദ്യം, ഇതിൽ കോൺഗ്രസിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ SNDP യോഗം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കാലത്തെടുത്ത നിലപാടുണ്ട്. ആ നിലപാട് SNDP യോഗം പ്രവർത്തകർ അതാത് മണ്ഡലങ്ങളിൽ തള്ളിക്കളഞ്ഞു എന്നതിന്റെ ഉദാഹരണമാണല്ലോ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നത്. വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ സർക്കാരിനെ ഇപ്പോൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ അതൊരു തലോടലാണ്. അദ്ദേഹം കാന്തപുരത്തെ വിമർശിക്കുന്നു. അതുപോലെ തന്നെ കാന്തപുരം CPM-ന് വേണ്ടപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ വേണ്ടപ്പെട്ട ആളാണ്. എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന പ്രസംഗം നടത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണെന്ന് ഇവിടെയുള്ള ശ്രീ രാംകുമാർ സാറടക്കം പറയും. പക്ഷേ കേസെടുക്കുന്നില്ല. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം SNDP യോഗത്തിലുള്ള പ്രവർത്തകർ എല്ലാവരും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് കേൾക്കുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണോ അല്ലയോ എന്ന് SNDP യോഗത്തിൽ നിന്നും വേറൊരാൾ പറയാൻ ഇല്ലാത്തടത്തോളം കാലം നമ്മൾ SNDP ആയിട്ട് വ്യാഖ്യാനിക്കുന്നു. കാരണം വെള്ളാപ്പള്ളി നടേശനാണ് ഇന്ന് SNDP-യുടെ പ്രാണ സർവസ്വമായിട്ട് ഇരിക്കുന്നത്. പക്ഷേ അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പറഞ്ഞാൽ ജനങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നു. SNDP യോഗം പ്രവർത്തകർ ഉൾപ്പെടെ ആ സമുദായത്തിലുള്ളവർ ഉൾപ്പെടെ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന് ഇതിൽ വേവലാതിയില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും മതേതര ചിന്തയിൽ ഉൾപ്പെട്ട് നിൽക്കുന്നവരാണ്. ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞത് വളരെ പക്വമായ നിലപാടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പറഞ്ഞ സാദിഖ് അലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൗനം വിദ്വാന് ഭൂഷണം. അതാണ് ഇന്ന് ഞാൻ കേട്ട ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസംഗത്തിലെ ഏറ്റവും നല്ലൊരു വാചകമായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ സതീശൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന അത് തെറ്റാണ് എന്ന് സമൂഹം വിലയിരുത്തിയ സാഹചര്യത്തിൽ ഗവൺമെൻറ് തീരുമാനിക്കണം. എന്തുകൊണ്ടാണ് പിണറായി വിജയനും പിണറായി വിജയൻ്റെ പാർട്ടിയും ഇതിലെ അവരുടെ പ്രവർത്തകരെ പോലും പറ്റിക്കുന്നത്? ഒരു തീരുമാനം എടുക്കാനുള്ള ചങ്കോറ്റമില്ലേ? ഒരു നിലപാടില്ലേ? വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസംഗത്തെക്കുറിച്ചുള്ള CPM-ന്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ അത് സ്വരാജിൻ്റെ നിലപാടാണോ അതോ സെക്രട്ടേറിയറ്റിൻ്റെ നട്ടലില്ലാത്ത പ്രസ്താവനയാണോ എന്നൊരു ചോദ്യം നാളെ വരും. ആ ചോദ്യത്തിന് മുമ്പിൽ CPM-ന്റെ പ്രത്യയശാസ്ത്രമാണ് തകർന്നു വീഴുന്നത്. അവിടെ അവരുടെ ഏത് രാഷ്ട്രീയമാണ് വിജയിക്കുന്നത്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ CPM ശരിവെക്കുന്നുണ്ടോ? അതല്ല, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഈ ഇന്നത്തെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന പ്രസംഗത്തിലെ ഒരു ഭരണകക്ഷി എന്ന നിലയ്ക്ക്, സർക്കാർ എന്ന നിലയ്ക്ക് CPM-ന്റെ നിലപാടെന്താണ്? ഇതൊക്കെ അവർ വ്യക്തമാക്കണം. ഈ അരകുടമ്പം പ്രസ്താവന കൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. അവിടെയാണ് മതേതര ചിന്ത ഇവിടെ ചർച്ചാ വിഷയമാകുന്നത്. ആരാണ് യഥാർത്ഥ മതേതര വിശ്വാസികൾ എന്ന് ചോദിക്കുമ്പോൾ അത് കോൺഗ്രസിലേക്ക് വിരൽ ചൂണ്ടുന്നു. ആര്? പൊതുസമൂഹം. എന്തുകൊണ്ട്? അവിടെയാണ് വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിക്കണോ വേണ്ടയോ എന്നൊരു തർക്കം വരുമ്പോൾ നിങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതൊരു സന്ദേശമായിട്ട് കാണാത്തത്. SNDP യോഗവും NSS-ഉം തമ്മിൽ ഇടക്കാലത്തൊരു സൗഹൃദം ഉണ്ടാക്കിയല്ലോ. എന്തുകൊണ്ടാണ് ആ സൗഹൃദം പരാജയപ്പെട്ടു പോയത്? അപ്പോൾ ഹൈന്ദവ സമുദായങ്ങൾക്കിടയിൽ തന്നെ ഒരു ഐക്യം ഉണ്ടാക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മൾ മാറിപ്പോയിരിക്കുന്നു.